ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് തട്ടുകടയിൽ കിട്ടുന്ന ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ തട്ടുകടയിൽ നിന്ന് മേടിക്കുമ്പം പൊരി പോലെ കിട്ടത്തില്ലേ, പൊടി പോലെ, അതൊക്കെ ഇട്ട് സ്പെഷ്യൽ മസാല കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ. വീഡിയോയിലേക്ക് പോകാം. തട്ടുകടയിൽ കിട്ടുന്നത് അതേ രീതിയിൽ ഒരു ചിക്കൻ ഫ്രൈ ആണ്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പം ഇതുപോലെ എടുത്ത് കട്ട് ചെയ്ത് 1/2 കിലോയാണ്, 1/2 കിലോ ഉണ്ട്. അപ്പം ഞാൻ ഈ ചിക്കൻ ഫ്രൈ അതിന് നമുക്ക് തട്ടുകടയിൽ നിന്ന് ഇങ്ങനെ പൊരിയായിട്ട് കിട്ടുമല്ലോ നമുക്ക് ഇതേ, അപ്പം തരിയായിട്ട് കിട്ടുന്നില്ല. അപ്പം അത് അങ്ങനെയാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പം 1/2 കിലോ നല്ലവണ്ണം കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചേക്കുവാണ്. ഇനി നമുക്കതിന് എന്തൊക്കെ വേണമെന്ന് കുറച്ചൊന്ന് കൃഷി ചെയ്യാനുണ്ട് ഒരു സാധനങ്ങൾ. ഇതായിട്ട് 20 ചുമന്നുള്ളി ഇടുവാണ്. ഇതിലേക്ക് ഒരു 8-9 വെളുത്തുള്ളി, അപ്പം ഒരു കഷ്ണം ചെറിയ ഇഞ്ചി, അത് ഇങ്ങനെ കട്ട് ചെയ്തിടണേ. ഇതിലേക്ക് 3 ഏലക്ക, അതേ കറുവപ്പട്ട ഇതുപോലെ ചെറിയ 2 ഗ്രാമ്പു, ഇത്ര ഇടാം. ഇതിലേക്ക് 3 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 1 ടീസ്പൂണ് അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം ഇതിലേക്ക് ഇടാം. അതുപോലെ 3-4 മുളക്. ഇത്രയും ഒന്ന് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരണം കേട്ടോ. അരഞ്ഞു പോകല്ലേ, ക്രഷ് ചെയ്തെടുക്കണം. ഇത്രയും ക്രഷ് ചെയ്തുകൊണ്ടാണ്. അപ്പം നമുക്കിനി ഇതിൻ്റെ പകുതി ഇതിലേക്ക് ഇടണം, നമ്മുടെ ചിക്കനിലേക്ക് ഇടണം. പകുതി നമുക്ക് മാറ്റി വെക്കണം. അതാണ് നമ്മൾ എണ്ണയ്ക്കകത്ത് നമ്മൾ വറുത്ത് കോരി എടുക്കുന്ന പൊടിക്ക് വേണ്ടി കേട്ടോ. നമുക്ക് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് പകുതി ഇതിലേക്ക് ഇടാം. ഇട്ടിട്ടുണ്ട്. നമുക്ക് ബാക്കി മാറ്റി വെക്കാം. 1 ടേബിൾ സ്പൂൺ നമ്മുടെ എരിവുള്ള മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, നമുക്ക് നല്ല നിറം കിട്ടാൻ വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ഇത് ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ, നമ്മൾ അതിനകത്ത് ഏലക്ക എല്ലാം ചേർത്ത് അരച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂണാണ് ഗരം മസാലപ്പൊടി ഇടുക. ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇടാവേ. 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർക്കണേ. നമ്മുടെ ഇതൊന്ന് കോട്ടായി ഇടാനും നല്ല മുരുമുരാന്നിരിക്കാനും നമ്മൾ ഇതാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂണ് വിനാഗിരിയും കൂടി ഇതിലേക്ക് ഒഴിക്കണം. വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര്. അപ്പം വിനാഗിരിയാണ് ഞാൻ ഒഴിക്കുന്നത്. വിനാഗിരി ഒഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ടീസ്പൂണ് വിനാഗിരിയും കൂടി ഒഴിക്കാം. അപ്പം നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പ് നമ്മൾ എത്ര ചിക്കനാണ് എടുത്തേക്കുന്നത് അതിനനുസരിച്ച് നമുക്കറിയാമല്ലോ ഉപ്പ്, അതനുസരിച്ച് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നമുക്ക് നല്ലോണം കൈ കൊണ്ട് നല്ലോണം നമ്മുടെ മസാല ഇതിലേക്ക് പിടിച്ച് കിട്ടത്തക്ക വിധത്തിൽ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാവേ. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ കൃഷി ചെയ്തിട്ടേക്കൊണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈക്ക്. ഇത് ഞാൻ സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റിൽ നമുക്ക് ചെറിയ കഷ്ണങ്ങളാകുമ്പോഴാണ് നല്ല ഇത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കും. നമ്മുടെ ചിക്കനെല്ലാം നമ്മൾ അരപ്പെല്ലാം പുരട്ടി വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ലോണം അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയ്ക്കകത്ത് വേണം ഇത് വറക്കാൻ കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് തീ കത്തിച്ചിട്ട് എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചാൽ മതി. നമ്മൾ എന്താ വെച്ചാൽ ഈ വറുത്തതിൻ്റെ മിച്ചം വന്ന എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പം നമ്മൾ ഉപയോഗിക്കാന്ന് വെച്ചാൽ ചിക്കൻ കറിയൊക്കെ വെക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളിപ്പം ചിക്കൻ കറി എന്ന് പറയുന്നത് കുറച്ച് എണ്ണയ്ക്കകത്താണ് ഇത് വറുത്തെടുക്കുന്നത്. ഒത്തിരി എണ്ണ ഒഴിക്കാതെ എണ്ണയൊന്ന് ചൂടാകട്ടെ, എന്നിട്ട് നമുക്ക് കുറേശ്ശായിട്ട് വറുത്തെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഓരോന്നോരോന്ന് ഇടാം കേട്ടോ. അപ്പം തീ ഇപ്പം നമ്മൾ നല്ലോണം ചൂടായി കഴിഞ്ഞ ശേഷം മീഡിയത്തിലേക്ക് വെച്ചിട്ട് വേണം നമ്മളിത് ഇടാനായിട്ട് കേട്ടോ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇടാം. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ മുട്ടി കിടക്കും. നമ്മൾ ഇട്ട ഉടനെ ഇളക്കല്ലേ, നമ്മുടെ മസാല എല്ലാം എണ്ണയ്ക്കകത്ത് പോകും കേട്ടോ. അപ്പം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇത് ഇളക്കാനായിട്ട്. അല്ലാണ്ട് ഇത് ആദ്യത്തെ ഇട്ട് നമുക്ക് 2 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ മീഡിയം ഫുൾ തീ വെക്കല്ലേ. നമ്മൾ ആദ്യമേ 1 മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മൾ ഇത് ഇളക്കാവുള്ളൂ. മസാല ഇത് നമ്മുടെ എണ്ണയ്ക്കകത്തിട്ട് അങ്ങ് ഒത്തിരി കലങ്ങിപ്പോവും. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇളക്കി മറിച്ചിട്ട് തിരിച്ചിട്ട് അങ്ങനെ എടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി സമയമിട്ട് നമ്മളൊരു 15 മിനിറ്റ് കൂടുതൽ ഈ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിക്കില്ല കേട്ടോ. അപ്പം നമ്മൾ കടിക്കുമ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് കട്ടിയായിട്ടിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണമെങ്കിൽ നമുക്ക് 15 മിനിറ്റ് കൊണ്ട് ഇത് വറുത്തെടുക്കണം. നമ്മുടെ ഇത് 1 മിനിറ്റ് ആയിട്ടുണ്ട്, 1-2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് പയ്യതേ ഉണ്ട് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കും. നമ്മുടെ മസാലയെല്ലാം
ഇതിലേക്ക് കലങ്ങി പോകാത്ത രീതിയിൽ കണ്ടോ. നമ്മൾ ഇട്ട ഉടനെ സ്പൂണിട്ട് ഇളക്കല്ല, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഈ ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യും, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം നമ്മുടെ തട്ടുകടയിൽ കിട്ടുന്ന അതേ രീതിയിലുള്ള മസാലയാണ് നമ്മളിത് ചേർത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഈ പറഞ്ഞേക്കുന്നത് കേട്ടോ. നമ്മുടെ തിരിച്ചും മറിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ നമ്മളെ ഇളക്കി മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് ഇത് മുക്കാറായിട്ടുണ്ട്. നമ്മൾ വാങ്ങുന്നതിന് ഇച്ചിരി മുമ്പ് കുറച്ച് കരിയാപ്പില, ആദ്യത്തെ ഇതിൽ കരിയാപ്പില ഇടാം. എന്നിട്ട് നമുക്ക് കരിയാപ്പില ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇത് കോരിയെടുക്കാവേ. ആദ്യത്തേത് ഇപ്പം ആദ്യത്തെ സെഷൻ ഞാനിത് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്കിത് കോരിയിട്ട് അടുത്തതോടെ ഇടാം ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ആ ടിഷ്യൂ പേപ്പറിലേക്ക് പിടിച്ചെടുക്കും. അപ്പോൾ നമുക്ക് ഇതൂടെ ബാക്കിയും കൂടി കോരിയിട്ട് നമുക്ക് ബാക്കിയും കൂടി നമ്മുടെ മസാലയൊന്നും ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടി ഇടാനേ ഉള്ളൂ കേട്ടോ. ഞാൻ 1/2 കിലോ ചിക്കനും കൊണ്ടാണല്ലോ നിങ്ങളെ കാണിച്ചത്. നമുക്ക് അടുത്തതോടെ രണ്ടാമത്തത് ഇട്ടിട്ടുണ്ട്. 2 പ്രാവശ്യം ഇടാനുള്ള ചിക്കനേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പം ഇതൊരു മിനിറ്റ് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്കിത് കണ്ടോ തിരിച്ച് മറിച്ചിട്ട് പയ്യെ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവേ. ഫുൾ തീയെ വെച്ച് നമ്മൾ ഫ്രൈ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിത് ശ്രദ്ധിച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. ഭയങ്കര കട്ടിയില്ലാതെ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റിൽ നമുക്കിത് വറുത്തെടുക്കാൻ പറ്റും. ഇതും വാങ്ങാറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതേ സമയം ഇത് വാങ്ങുന്നതിന് കുറച്ച് മുമ്പ് ഇച്ചിരി കരിയാപ്പില ഇടാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കരിയാപ്പിലയുടെ. ഇതെല്ലാം അതിലേക്ക് പിടിച്ച് നമുക്ക് നല്ല രീതിയിൽ കിട്ടും. എന്നിട്ട് നമുക്ക് കരിയാപ്പില ഇട്ട് 2 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാവേ. ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്കിത് കോരിയെടുക്കാവേ. മസാല ചപ്പരട്ടിൻ്റെ ബാക്കി എടുത്തു വെച്ചതാണ്. ഇതാണ് നമ്മൾ എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. നമുക്കിത് ഇട്ടിട്ട് തീ കൂട്ടി വെക്കുകയും ചെയ്യല്ലേ, പെട്ടെന്ന് വലിയ കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഈ ഉള്ളിയും വെളുത്തുള്ളിയും പെരിഞ്ചീരവും എല്ലാം മൂത്ത് കിട്ടുന്നതാണ്. നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇത് വറുത്തെടുക്കും. അപ്പോൾ ഇത് വാങ്ങുന്നതിന് മുമ്പേ നമുക്ക് ഇച്ചിരി കരിയാപ്പിലയും കൂടെ ചേർക്കണം കേട്ടോ. കരിയാപ്പില എത്ര ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ കൂട്ടുകാർ. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ മസാല ഇടും എണ്ണയ്ക്കകത്ത് വെളിച്ചെണ്ണയ്ക്കകത്ത് ഇടുമ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ഇതൊന്നും മൂത്ത് ഫ്രൈ ആക്കി എടുക്കാം. അതെ മൊത്തത്തിൽ വറുത്തെടുത്തിട്ടുണ്ട് കണ്ടോ. നമ്മുടെ പൊരി പോലത്തെ നമ്മൾ വറുത്ത് കണ്ടോ നല്ല ഈ നിറത്തിൽ കിട്ടും കേട്ടോ. നല്ല നമ്മൾ തട്ടുകടയിൽ നിന്ന് കിട്ടത്തില്ലേ അതേ ടേസ്റ്റിൽ. ഓക്കെ, നല്ല ഇച്ചിരി നല്ലോണം മൂപ്പിച്ചെടുക്കണം, കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. നോക്കിക്കേ നല്ല മുരുമുരാന്നാണ് ഇത്. നല്ല സോഫ്റ്റ് ഉണ്ടോ, അകം നല്ല സോഫ്റ്റുമാണ്, പുറവശം നല്ല മുരുമുരാന്നാണ്. നമ്മൾ തട്ടുകടയിൽ നിന്ന് മേടിക്കുന്നത് പൊറോട്ടയൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് പൊതിക്കകത്ത് കിട്ടുമല്ലോ ചിക്കൻ വറുത്തതും ഇതൊക്കെ ആയിട്ട്. പൊരി വേണമെങ്കിൽ മേടിക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.